നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ മാസം 12 മുതൽക്ക് 18 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സാമാന്യ ഫല നിരൂപണം ആണ് ഇവിടെ നടത്തുന്നത്. അത് 12 രാശികൾക്കും മേടം മുതൽക്ക് മേഷരാശി മുതൽക്ക് 12 രാശിക്കാർക്കും സാമാന്യമായിട്ടുണ്ടാകുന്ന ഫലങ്ങൾ. ഈ ആഴ്ച ഗ്രഹസ്ഥിതികൾക്ക് വലിയ വ്യത്യാസം ഒന്നും വരുന്നില്ല. സൂര്യൻ മേടത്തിലാണ്, അത് ഉച്ചസ്ഥിതിയിലാണ്. ബുധൻ, കുജൻ, ശനി ഇവർ മീനം രാശിയിൽ തന്നെ തുടരുന്നു. ഗുരു മിഥുനത്തിൽ തന്നെയാണ്. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ്. ഇതാണ് ഗ്രഹസ്ഥിതി. ശുക്രൻ ഏപ്രിൽ 19 വരെ മേടത്തിലുണ്ട്. അതിനുശേഷം ഇടവത്തിലേക്ക് പ്രവേശിക്കുകയാണ്, സ്വക്ഷേത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. സൂര്യൻ്റെ ഒരു ഉച്ചസ്ഥിതിയുണ്ട്. അതുപോലെ ശുക്രൻ്റെ സ്വന്തം രാശിയിലേക്കുള്ള പ്രവേശവും കൊണ്ട് ചില ഗുണഫലങ്ങൾ ഉണ്ടാവുന്നുണ്ട് പൊതുവേ. ആദ്യം നമുക്ക് മേടം രാശി എടുക്കാം. മേടം രാശിക്ക് അശ്വതിയും ഭരണിയും കാർത്തികയുടെ 1-ാം പാദവും ചേർന്ന ഈ നക്ഷത്രക്കാരാണ് മേഷരാശിയിൽ അഥവാ മേടരാശിയിൽ വരുന്നത്. മേടൻ രാശിക്കൊക്കെ സൂര്യൻ ഉച്ചത്തിലാണ്, സ്വക്ഷേത്രത്തിലാണ്. ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നത് കൊണ്ട് അവരുടെ വ്യക്തിപ്രഭാവം ഒക്കെ വളരെ കൂടാൻ സാധ്യതയുണ്ട്, കൂടുന്നതാണ്. അവരുടെ പ്രവർത്തനത്തിൽ ആത്മവിശ്വാസം കൂടും. നിങ്ങളുടെ ഒരു നേതൃ ഗുണവും മറ്റും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും അതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവും. ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. നേതൃ പദവി ഉണ്ടാവും, അത് ലഭിക്കും. പല കാര്യങ്ങളും നിങ്ങളെ ആശ്രയിച്ച് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് അവനവൻ്റെ ജോലി കർമ്മരംഗത്ത് ഉണ്ടാകും. അത് എല്ലാ മേഖലകളിലും, ഏത് മേഖലകളിലുള്ളവർക്കും അത് അനുകൂലമായിട്ടുള്ള ചില ഫലങ്ങളാണ് ഈ സൂര്യൻ്റെ ഉച്ചസ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നത്. ഏപ്രിൽ 19 ആവുമ്പോൾ ശുക്രൻ സ്വക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് 2ലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിലുമൊക്കെ കുറച്ച് അനുകൂലമായിട്ട് വരും. ഇപ്പോൾ ആദ്യ ഭാഗത്ത് ഉണ്ടായിരുന്ന ചില കുറവുകൾ 2-ാം ഭാവത്തിലേക്ക്, സ്വക്ഷേത്രത്തിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നതോടുകൂടി കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചില അധിക വരുമാന മാർഗങ്ങൾ തുടർന്ന് വരുന്നതായിട്ടും ഉണ്ടാക്കാം. കുടുംബത്തിലും അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. പരസ്പരം സന്തോഷകരമായിട്ടുള്ള സംഭാഷണവും മീറ്റിങ്ങുകളും ഒക്കെ ഉണ്ടാകാനും അതുകൊണ്ട് ആ സൗഹൃദം കൂടുതൽ ഉയർച്ചയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് വലിയ ദുരിതങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ജോലിഭാരം, പല ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് പല പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ജോലിഭാരം കൂടുതൽ ഉണ്ടാവാം. അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണം അനുഭവപ്പെടാം എന്നുള്ളതല്ലാതെ മറ്റ് രോഗങ്ങളോ ഒന്നും അലട്ടുന്നതായിട്ട് കാണുന്നില്ല. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് സൂര്യനെ ഭജിക്കുക, സൂര്യന് അർഘ്യം കൊടുക്കുക, ഗായത്രി മന്ത്രം ജപിച്ച് ഇതൊക്കെ ആണ് പറയാവുന്നത്. അങ്ങനെ ചെയ്യുന്നവർ അത് നിരന്തരമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ സൂര്യക്ഷേത്രങ്ങൾ വളരെ കുറവാണ് എങ്കിലും സൂര്യക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കുന്നവരത് ചെയ്യുക. പകരം ശിവക്ഷേത്രത്തിൽ അർക്ക ശംഭു എന്നാണ് പ്രമാണം. സൂര്യൻ ശിവൻ തന്നെയാണ് എന്ന് ആണ് പ്രമാണം. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഒക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാകും. യഥാശക്തി വഴിപാട് നടത്തുക, അല്ലെങ്കിൽ പ്രദക്ഷിണാദികളൊക്കെ ചെയ്ത് നമസ്കരിക്കുന്നതും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിന് കാർത്തിക മുക്കാല്, കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ആദ്യ ഭാഗം, അതായത് ഈ ആഴ്ചയുടെ ആദ്യത്തെ ഒരു ഭാഗം വളരെ സാധാരണ പോലെ ആയിരിക്കാം. എന്നാൽ ഈ 19-ാം തീയതി ശുക്രൻ സ്വക്ഷേത്രത്തിലേക്ക് വരികയും ലഗ്നത്തിലേക്ക് വരികയും അത് സ്വക്ഷേത്രമാവുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് പലതരത്തിലുള്ള അനുകൂല ഫലങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് അവരെ ഭാഗ്യം പിന്തുണയ്ക്കുക എന്നൊക്കെ പറയുമല്ലോ, അതുപോലെയുള്ളൊരു ചില അവസ്ഥാവിശേഷങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2-ാം പകുതിയിൽ, ആഴ്ചയുടെ 2-ാം പകുതിയിൽ പല സൗഭാഗ്യങ്ങളും അതുപോലെ സന്തോഷങ്ങളും ഒക്കെ കുടുംബത്തിലും അതുപോലെ പ്രവർത്തന മണ്ഡലത്തിലും ഒക്കെ അവർക്ക് അനുഭവപ്പെടാൻ സാധിക്കും. അതുപോലെ ധനപരമായിട്ടും
അനുകൂലമായിരിക്കും. ധനസമൃദ്ധി ഉണ്ടാവുക, പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരിക, നേരത്തെ പ്രവർത്തിച്ചതിൽ നിന്നുള്ള ഫലം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. ജോലിയിൽ പുതിയ അവസരങ്ങൾ തുറന്നു വരും. അതുപോലെ ഈ കലാപരമായിട്ട് കഴിവുള്ളവർക്ക്, കലാപരമോ അല്ലെന്നുണ്ടെങ്കിൽ മീഡിയ മുതലായിട്ടുള്ള കാര്യങ്ങൾ, ഈ പാട്ട് പാടുക, നൃത്തം, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുക, അധ്യാപനം, ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്, അതുപോലെ സൗന്ദര്യ സംബന്ധിച്ച അഥവാ സൗന്ദര്യ സംവർദ്ധകങ്ങളായിട്ടുള്ള വസ്തുക്കളുടെ വിപണനമോ മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കോ ഒക്കെയും അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേക നേട്ടം അവർക്ക് ഇതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും ഒരു സ്ഥിരതയും, വരുമാനത്തിൽ സ്ഥിരതയുണ്ടാകാം, കൂടുതൽ വരുമാനം ഉണ്ടാകുക, വരുമാന വർധന കൂടെ ഉണ്ടാകാവുന്ന കാലമാണ് എന്ന് പറയാവുന്നതാണ്. കുടുംബ ബന്ധങ്ങളിലൊക്കെ കൂടുതൽ സൗഹൃദത്തോടു കൂടി വർത്തിക്കാൻ ഇവർക്ക് സാധിക്കും. ദാമ്പത്യത്തിലും ഒരു അനുകൂലമാണ്. അതായത് ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഒക്കെ കുറച്ചുകൂടെ ദൃഢത ഉണ്ടാവുകയും ഊഷ്മളമാവുകയും ചെയ്യാനുള്ള കാലമാണ്. ഒരു പരിഹാരം പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാർവതീദേവി അഥവാ പാർവതി മാത്രമായിട്ടുള്ളത് ഉണ്ടാകാൻ സാധ്യതയില്ല. ശിവനും പാർവതിയും ചേർന്നുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും പാർവതീദേവിക്ക് വിശേഷാൽ വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ നല്ലതാണ്. മഹാലക്ഷ്മി സ്തവം ജപിക്കുക, മഹാലക്ഷ്മിയെ പൂജിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ദർശനങ്ങൾ നടത്തുന്നതും സഹസ്രനാമാദികളെ കൊണ്ട് ഭജിക്കുന്നതും ഒക്കെ കുറച്ചുകൂടെ നല്ല ഫലങ്ങൾ അവർക്കുണ്ടാകാൻ നല്ലതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മകരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 3/4 ഭാഗം, 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് ലഗ്നത്തിൽ വ്യാഴമാണ്. അതിൻ്റെ ഒരു ഫലം നിരന്തരമായിട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പഠിത്തം, പഠിപ്പിക്കൽ, അധ്യാപനം, ഗവേഷണം മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വർത്തിക്കുന്നു. അഥവാ ബൗദ്ധികമായിട്ടുള്ള ജോലികളും മറ്റും ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പ്രത്യേകിച്ച് ഗവേഷണം നടത്തുക, ഇങ്ങനെയുള്ള ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇത്. പുതിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുകയും അത് പഠിക്കുകയും അതുപോലെ ജോലിയിലോ ഒക്കെ കരിയറിലോ ഒക്കെ പുതിയ സംരംഭങ്ങൾ അന്വേഷിക്കും. അത് അനുകൂലമായിട്ട് വരികയും ചെയ്യും. എന്നാലതൊരു ശുക്രൻ്റെ 12ാം ഭാവത്തിലേക്ക്, സ്വക്ഷേത്രമാണെങ്കിലും അത് 12ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് ചില ദുരിതങ്ങളും ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ കുറച്ച് കൂടുതൽ ചിലവ് വരാൻ സാധ്യതയുണ്ട്. ഈ കുടുംബപരമായിട്ട് ഉള്ള ചിലവ്, കുടുംബത്തിൻ്റെ ഒന്നിച്ചുള്ള യാത്രകളെ കൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റ് അസ്വസ്ഥതകളുണ്ടോ രോഗാദികളോ മറ്റോ ഉണ്ടായിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവ് ചെയ്യുന്ന വിഷയത്തും കൊണ്ട് കുറച്ച് കൂടുതൽ ചിലവ് അവർക്ക് ധനപരമായിട്ട് പറയേണ്ടതാണ്. ആരോഗ്യപരമായിട്ടും അത്ര അനുകൂലമല്ല. ഉറക്കക്കുറവ്, നാഡീ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിശ്രമം ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബൗദ്ധികമായിട്ടുള്ള കർമ്മങ്ങളിലും മറ്റും ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ള വിശ്രമം എടുക്കേണ്ടതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ ചില രോഗത്തിലേക്ക് വരെ അത് പരിണമിക്കാവുന്നതാണ്. ഒരു പരിഹാരം പറയുകയാണെങ്കിൽ വ്യാഴഗ്രഹത്തിന് ഗ്രഹശാന്തി ചെയ്യുന്നതൊക്കെ അനുകൂലമാണ്. അത് സാധിക്കുന്നില്ല എങ്കിൽ പോലും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ യഥാശക്തി വഴിപാട് പ്രദക്ഷിണാദികൾ നടത്തുക, തുളസിക്ക് പരിചരണം നൽകുക, തുളസിക്ക് ജലമൊഴിക്കുക, അതിൻ്റെ തീർത്ഥം സേവിക്കുകയും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം നൽകുന്നതാണ്. വിഷ്ണു സഹസ്രനാമം ജീവിക്കുക, മഹാലക്ഷ്മി സ്തവം ജപിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം കിട്ടുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം, പൂയം, ആയില്യം, ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിൽ ആണ് സൂര്യൻ വരുന്നത്. അത് ഉച്ചസ്ഥിതിയുമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കർമ്മരംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലും മറ്റും പ്രവർത്തിക്കുന്നവർ, അതുപോലെ നേതൃപദവിയിലേക്ക് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഉദ്യോഗത്തിലും മറ്റും സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മേലുദ്യോഗസ്ഥന്മാരുടെ മറ്റുമൊക്കെ ശ്രദ്ധ നിങ്ങളിലേക്ക് ഉണ്ടാകും. അത് അനുകൂലമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഫലം അതിൽ നിന്നുണ്ടാകാൻ സാധിക്കും. അതുപോലെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക,
അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം, നേതൃത്വ പദവി, ഇതൊക്കെയും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധിക്കും. ഏപ്രിൽ 19 ശുക്രൻ ൻ്റെ മാറ്റം. അത് 11-ാം ഭാവത്തിലേക്കാണ്, ലാഭസ്ഥാനത്തേക്കാണ്. അതും ഒരു അനുകൂലമായിട്ടുള്ള ഘടകമാണ്. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുക, അഥവാ നേരത്തെ തന്നെ കിട്ടേണ്ട ധന മുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാനുള്ള ഒരു കാലമാണ്. അതുപോലെ മറ്റു സഹകരണങ്ങളൊക്കെ കിട്ടേണ്ട സ്ഥലത്തു നിന്നും, പ്രതീക്ഷിക്കുന്ന സ്ഥലത്തു നിന്നും അത് കിട്ടും. സുഹൃത്തുക്കളിൽ നിന്നും ഉള്ള സഹായം, ഇതൊക്കെ കിട്ടാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് അത്ര പ്രയാസങ്ങളൊന്നും വരാനില്ല, എങ്കിലും ചില മാനസിക സമ്മർദ്ദങ്ങളോ ഒക്കെ ചെറിയ രീതിയിൽ അവർക്കുണ്ടാകും. അത് വേണ്ട വിധം അത് വിനിമയം ചെയ്യുക എന്നേ പറയാനുള്ളൂ. മറ്റ് രോഗാദികളോ കുടുംബത്തിലും അനുകൂലം തന്നെയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവസഹസ്രനാമം ജപിക്കുക, പ്രാണായാമാദികളൊക്കെ ചെയ്യുന്നതും കുറച്ച് അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം പാദം നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. ഇവർക്ക് കേതു ലഗ്നത്തിലാണ്. കാലങ്ങളായിട്ട് ഏതാണ്ട് 2.5 വർഷക്കാലത്തോളം ഈ അവസ്ഥ തുടരും. എന്നാൽ അതിൻ്റെ ഫലം അത്ര അനുകൂലവും പ്രതികൂലവുമല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു മാനസിക സംഘർഷം അനുഭവപ്പെടും. സ്ഥിരമായിട്ട് തന്നെ പലതരത്തിലുള്ള ചിന്തകളും, പ്രതികൂലവും അനുകൂലവുമായിട്ടുള്ള ചിന്തകളോ ഒക്കെ ഉണ്ടായിട്ട് ചില സംഘർഷങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. എന്നാലത് ഇപ്പോൾ കുറച്ച് അനുകൂലമാണ്. എന്തെന്നാൽ ചിങ്ങലഗ്നത്തിൻ്റെ അധിപതിയായിട്ടുള്ള സൂര്യൻ ഉച്ചത്തിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഈ പറഞ്ഞ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവയെ ഈ സൂര്യൻ്റെ പ്രഭാവം കൊണ്ട് അത് കുറച്ച് കുറയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പുതിയ പദ്ധതികളൊക്കെ ആലോചിക്കും. ജോലി സംബന്ധമായിട്ടോ അവരവരുടെ കരിയർ, ബിസിനസ് സംബന്ധമായിട്ട് പുതിയ പദ്ധതികൾ ആലോചിക്കും. അതൊക്കെ അനുകൂലമായിട്ട് വരാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ചില യാത്രകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലവൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാകും. സാമ്പത്തികമായിട്ട് വരവിനേക്കാളേറെ ചിലവ് ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും യാത്ര സംബന്ധിച്ചും മറ്റുമൊക്കെ കുറച്ച് കൂടുതൽ ധനം വിനിയോഗിക്കേണ്ടതായിട്ട് വരും. അതിൻ്റേതായിട്ടുള്ള ധനം കമ്മി ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് അത്ര അനുകൂലമല്ല. ചില അഭിപ്രായ ഭിന്നതകളും ഒക്കെ സംസാരത്തിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം കുടുംബാംഗങ്ങളുമായിട്ട് വർത്തമാനം പറയുമ്പോൾ. അതിൽ നിന്ന് ഒരു സമീകൃതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇവർക്ക് കേതു ലഗ്നത്തിലാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും ഗണപതിയെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ഗണപതി ഹോമം ചെയ്യുക, ഗണപതി മന്ത്രങ്ങൾ ജപിക്കുക, ഗണപതി ക്ഷേത്ര ദർശനം ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം, ചിത്തിര, അര. ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് ശുക്രൻ ഭാഗ്യസ്ഥാനത്താണ്, 9-ാം ഭാവത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ഭാഗ്യം അവരുടെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. അവർക്ക് പലതും അനുകൂലമായിട്ട്, പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ അനുകൂലമായിട്ട് വരാവുന്നതാണ്. അതുപോലെ വിദേശ ബന്ധങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവരോ ജോലി ചെയ്യുന്നവരോ പഠനം സംബന്ധിച്ചോ മറ്റ് ബിസിനസ് സംബന്ധിച്ചോ ഒക്കെ വിദേശങ്ങളിൽ നിന്ന് സഹായം കിട്ടേണ്ടവർ അഥവാ അങ്ങോട്ട് പോകേണ്ടവർ, അങ്ങനെയുള്ളവർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള ന്യൂസ് നമുക്ക് കിട്ടുന്നതാണ്. അത് നമുക്ക് അനുകൂലമായിട്ട് വരും എന്നർത്ഥം. ഉയർന്ന വിദ്യാഭ്യാസം, അതുപോലെ സാങ്കേതിക വിദ്യകൾ അത് കിട്ടേണ്ടവർ, വിദേശത്തുനിന്നും ഒക്കെ കിട്ടേണ്ടവർ, അതിനൊക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ്. അപ്പോൾ പൊതുവേ ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകാൻ ഉള്ള കാലമാണ് ഇത് കാണുന്നത്. ജോലിയിൽ അഥവാ അവരുടെ കരിയറിലും മറ്റും പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാകും. അവരുടെ ഹയറപ്സ്, മേലുദ്യോഗസ്ഥന്മാരോ ബോസ് അങ്ങനെ ഉള്ളവരിൽ നിന്നും അഥവാ സർക്കാരിൽ നിന്നും ഒക്കെയുള്ള ഒരു അനുകൂലമായിട്ടുള്ള അവസ്ഥ, ഒരു പിന്തുണ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടും അനുകൂലം തന്നെയാണ്. കുറച്ച് കടങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നവയിൽ നിന്ന് ഒരു മോചനം ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഉള്ള കാരണവന്മാർ, അതുപോലെ നമ്മുടെ ഗുരുജനങ്ങൾ, ഇവരിൽ നിന്നൊക്കെയുള്ള ഒരു അനുഗ്രഹം കിട്ടാവുന്ന കാലമാണ്. അതുണ്ടാക്കാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കുകയും മുതിർന്നവരെ, അച്ഛനമ്മമാരോ മുത്തശ്ശൻ അങ്ങനെയുള്ള
കുടുംബത്തിൽ തന്നെയുള്ളവർ, അതുപോലെ ഗുരുക്കന്മാർ അങ്ങനെയുള്ളവരെ ദക്ഷിണയോ ദാനവുമായിട്ടൊക്കെ കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത് അനുകൂല ഫലത്തെ ചെയ്യുന്നതാണ്. ഇവർക്ക് ദുർഗാ പരമേശ്വരിയെ ഭജിക്കുക, അങ്ങനെയുള്ള കീർത്തനങ്ങൾ ജപിക്കുകയോ അങ്ങനെയുള്ള ക്ഷേത്ര ദർശനങ്ങൾ ചെയ്ത് വഴിപാട് നടത്തുക മുതലായിട്ടുള്ളവ യഥാശക്തി വഴിപാടൊക്കെ നടത്തി പ്രദക്ഷിണാദികൾ ചെയ്യുന്നതും ഒക്കെ കൊണ്ട് ചില പോരായ്കകൾ നികത്താൻ സാധിക്കും, അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരയുടെ 1, 2, 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൽ മുക്കാൽ, അതായത് 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് ഈ ആഴ്ച ശുക്രൻ വരുന്നത്. അതുകൊണ്ട് ചില അപ്രതീക്ഷിതമായിട്ടുള്ള കഷ്ടനഷ്ടങ്ങളോ മാറ്റങ്ങളോ ഒക്കെ അവരുടെ കരിയറിലും അല്ലെങ്കിൽ അവരുടെ പൊതുവെ പ്രവർത്തന മേഖലകളിൽ ഒക്കെ കാണാവുന്നതാണ്. ജോലിയിലും മറ്റും പുതിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ കിട്ടും. ഉണ്ടായേക്കാവുന്ന ചില കഷ്ടനഷ്ടങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ധനപരമായിട്ട് കുറച്ച് ഒരു അനുകൂലമാണ്. മുൻപ് തന്നെ നമുക്ക് കിട്ടാനുള്ള ചില കടങ്ങളോ കിട്ടേണ്ട ധനമോ ഒക്കെ തിരിച്ചു കിട്ടാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമല്ല. ചില രോഗ ലക്ഷണങ്ങൾ കാണിക്കുകയോ ക്ഷീണം ഉണ്ടാകുക, നാഡീസംബന്ധമായിട്ടുള്ള തളർച്ച അനുഭവപ്പെടുക, ഇതൊക്കെയും ഇവർക്ക് വരാവുന്നതാണ്. പൊതുവേ മഹാലക്ഷ്മിയുടെ ഭജനം, മഹാഗണപതിയുടെ ഭജനം കൊണ്ട് ഇവർക്ക് ഈ ധനപരമായിട്ടുണ്ടാകാവുന്ന ചില ക്രമക്കേടുകൾ, പ്രയാസങ്ങളിൽ നിന്ന് മോചനം കിട്ടും. ആയതുകൊണ്ട് മഹാലക്ഷ്മി ഈ ക്ഷേത്രത്തിലോ മഹാഗണപതി ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തുന്നതും അവിടെ യഥാശക്തി വഴിപാട് കഴിക്കുന്നതും. അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം ഗൃഹത്തിലിരുന്ന് ഇങ്ങനെ ഈ സഹസ്രനാമ ജപം അല്ലെങ്കിൽ മറ്റ് കീർത്തന ജപവും ഒക്കെ നടത്തുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. ഇവർക്ക് ശുക്രൻ 7ാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ഭർത്തൃബന്ധം, മറ്റ് സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളിലും ഒക്കെ കുറച്ച് ഒരു ഊഷ്മളത കുറച്ചുകൂടെ ഉണ്ടാകാവുന്നത്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് ഒരു പോസിറ്റീവായിട്ട് വരാനുള്ള കാലമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒരു പൊതുവെ സന്തോഷവും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകും. അങ്ങനെ അതുകൊണ്ടുണ്ടാകുന്ന ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്ന് മോചനം ഉണ്ടാകുന്നത് ഈ ജോലി അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടോ ഒക്കെ പങ്കാളിത്തത്തോടു കൂടി ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് പേർ ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്ന ബിസിനസ്സോ ഇതിലൊക്കെയും ഉയർച്ച കാണാവുന്നതാണ്. അങ്ങനെയുള്ളവരിൽ നിന്നുള്ള സഹായം അഥവാ പരസ്പര സഹായം കൊണ്ട് ഉണ്ടാകുന്ന നേട്ടം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും പുരോഗതിയും ഇവർക്ക് അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവുന്നില്ല. മറ്റ് രോഗങ്ങളോ മറ്റ് ലക്ഷണങ്ങളോ ക്ഷീണം മുതലായിട്ടുള്ള പൊതുവെ ആരോഗ്യം തൃപ്തികരമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഹനുമാനെ ഭജിക്കുന്നത് നല്ലതാണ്. ശിവക്ഷേത്രവും അഥവാ ശിവനെ ഭജിക്കുന്നതും ശിവക്ഷേത്ര ദർശനവും ഒക്കെ നടത്തുന്നത് നല്ലതാണ്. ഹനുമാൻ ചാലീസയൊക്കെ ജപിക്കുന്നവർക്ക്, അങ്ങനെ അഥവാ ജപിക്കാൻ സാധിക്കുന്നവർക്ക് അത് നിത്യേന ജപിക്കുന്നതുമൊക്കെ വളരെ ഗുണം ഉണ്ടാക്കും. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുക്കൂറ്. അവർക്ക് ശുക്രൻ 6ലേക്ക് പോകുന്ന കാലമാണ്. ശുക്രൻ സ്വക്ഷേത്രത്തിലാണെങ്കിലും അത് 6ാം ഭാവത്തിലേക്ക് ആണ് ഇവർക്ക് ധനുക്കൂറുകാർക്ക് പോകുന്നത്. അതുകൊണ്ട് ചില വെല്ലുവിളികൾ ഇവർക്ക് നേരിടേണ്ടതായി വന്നേക്കാം. അതിനുള്ള ചില പരിശ്രമങ്ങൾ പ്രത്യേകം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ളവർ ഇങ്ങനെയുള്ളവരിൽ നിന്ന് പുരുഷന്മാർക്ക് തിരിച്ചും അങ്ങനെയുള്ള ചില ദുരിതങ്ങളുമൊക്കെ അനുഭവിക്കാനുള്ള ചില യോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ പല അവരുടെ കരിയർ അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ സംബന്ധിച്ച് ചില മത്സരങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ സാഹചര്യങ്ങളിൽ നിന്ന്
കഴിയുന്നത്ര വിട്ടുമാറി സൗഹൃദത്തോടു കൂടി വർത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. മറ്റ് സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായിട്ട് കടങ്ങൾ ഉള്ളത് തീർക്കാനുള്ള സമയമാണ്. അതിനുള്ള ശ്രമങ്ങൾ ചെയ്താൽ അത് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. ശാരീരികമായിട്ട് മറ്റ് വെല്ലുവിളികൾ ഒന്നും കാണുന്നില്ല എങ്കിലും ശാരീരിക ക്ഷീണം പൊതുവെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് 4-ാം ഭാവത്തിലാണ് ശനി, അഥവാ കണ്ടകശനിയുണ്ട്. ശനിയുടെ ഒരു ദോഷം അവർക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ശനി ഭഗവാനെ ഭജിക്കുക, അഥവാ നവഗ്രഹ ക്ഷേത്രങ്ങളിലും മറ്റും പോയി ശനിക്ക് പ്രത്യേകതയോടുകൂടി അവിടെ വഴിപാടുകൾ നടത്തുകയോ ഭജിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ശാസ്താവിൻ്റെ ഭജനവും നല്ലതാണ്. ശനിയുടെ അതിദേവത ശാസ്താവായതുകൊണ്ട് ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ആ ശാസ്താവിന് വേണ്ട എള്ളുതിരി മുതലായിട്ടുള്ളവ, നീരാജനം മുതലായിട്ടുള്ളവ നടത്തുന്നതും ഒക്കെ ഉണ്ടാകുന്ന ചില ദുരിതങ്ങളിൽ നിന്ന്, ചില വെല്ലുവിളികൾ, നേരത്തെ പറഞ്ഞ പോലെയുള്ള ചില വെല്ലുവിളികളിൽ നിന്നുള്ള മോചനത്തിന് വളരെ നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദം, 2, 3, 4 പാദങ്ങൾ ചേർന്നതും തിരുവോണവും അവിട്ടം 1, 2 പാദങ്ങൾ ചേർന്ന ഈ നക്ഷത്രക്കാരാണ് മകരക്കൂറിൽ വരുന്നത്. ശുക്രൻ 5-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 4-ാം ഭാവത്തിലായിരുന്നു, മേടത്തിലായിരുന്നു, അത് സ്വക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവരുടെ മാനസികമായിട്ട് അഥവാ ബൗദ്ധികമായിട്ട് അഥവാ സൃഷ്ടിപരമായിട്ടുള്ള ചില കഴിവുകളൊക്കെ ഉള്ളവർക്ക് അത് തെളിയിക്കാനുള്ള കാലമാണ്. അഥവാ അതിൽ നിന്ന് ചില നേട്ടങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക്, പഠിക്കുന്നവർക്ക്, ഗവേഷണം നടത്തുന്നവർക്ക്, അതുപോലെ കലാരംഗത്ത് ഉള്ളവർക്കും കുറച്ച് അനുകൂലമായിട്ടുള്ള കാലമാണ്. അതുകൊണ്ടുള്ള നേട്ടം പ്രവർത്തന മേഖലയിൽ പ്രതിബിംബിക്കും. പുതിയ സംരംഭങ്ങൾ, ജോലിയിലോ അഥവാ ബിസിനസ് മറ്റോ ചെയ്യുന്നവർക്ക് അങ്ങനെ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും അത് വിജയിപ്പിച്ചെടുക്കാൻ സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിലും അവർക്കൊരു അനുകൂലമാണ്. ചില മെച്ചങ്ങൾ അഥവാ കൂടുതൽ ചെറിയ വരുമാന വർധനവും മറ്റുമൊക്കെ അവർക്ക് ഉണ്ടാകാവുന്നതാണ്. കുടുംബപരമായിട്ടും ഒരു സന്തോഷകരമായിട്ടുള്ള സമയമാണ്. മറ്റ് സംഘർഷങ്ങളൊന്നും ഇല്ലാതെ കുടുംബാംഗങ്ങളുമായിട്ട് നല്ല സമയം ചെലവഴിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഗണപതിയെ ആണ് പ്രത്യേകമായിട്ട് പറയാൻ സാധിക്കുന്നത്. 5-ാം ഭാവത്തിൽ ശുക്രൻ ഉച്ചത്തിൽ സ്വക്ഷേത്രത്തിൽ വരുന്നത് കൊണ്ട് അതിൻ്റെ ബലം ആണ്. അതിൻ്റെ അതിദേവത ഗണപതിയാകയാൽ ആ ഗണപതിയെ ഭജിക്കുക അത് വളരെ ഗുണം ചെയ്യുന്നതാണ്. ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതി ഹോമം നടത്തുക, യഥാശക്തി വഴിപാട് നടത്തുക ഒക്കെ നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ടുണ്ട ഗുണഫലങ്ങൾ നമുക്ക് കിട്ടാവുന്നതാണ്. അടുത്തത് കുംഭം ആണ്. കുംഭക്കൂറുകാരാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരൂരുട്ടാതി 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറുകാർക്ക് ശുക്രൻ 3-ൽ നിന്ന് 4-ലേക്ക് വരികയാണ്. അത് സ്വക്ഷേത്രവുമാണ്. അത് ചില അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുണ്ടാക്കും. അതായത് വീട് സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെയുള്ള നേട്ടങ്ങളുണ്ടാക്കും. അത് വീട് നവീകരിക്കുന്നവർക്കോ നൂതന വാഹനം വാങ്ങിക്കണം എന്നുദ്ദേശിക്കുന്നവർക്കോ അഥവാ അതുകൊണ്ടുണ്ടാകുന്ന ചില ദുരിതങ്ങൾ പ്രയാസങ്ങളോ ഒക്കെ അനുഭവിക്കുന്ന അതിൽ നിന്നുള്ള മോചനം ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ കുടുംബപരമായിട്ടും അനുകൂലം തന്നെയാണ്. 4-ാം ഭാവത്തിലേക്ക് ശുക്രൻ വരുന്നതും അത് ബലമുള്ള ശുക്രൻ, രാശിക്ക് അധിപൻ ശുക്രനാണ്. അത് 4-ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് കുടുംബത്തിലും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു പുതിയ തീരുമാനങ്ങളുണ്ടാകും. അത് അനുകൂലമായിട്ട് കുടുംബാംഗങ്ങൾക്കൊക്കെ തൻ്റെ അഭിപ്രായങ്ങൾ അവരംഗീകരിക്കുകയും എല്ലാവരും അംഗീകരിക്കുകയും അതിൽ കൂടെ ഉണ്ടാകുന്ന രമ്യത, സന്തോഷം ഒക്കെ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. പുതിയ ചില തീരുമാനങ്ങൾ വീടുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട, ചിലപ്പോൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ചില പുതിയ തീരുമാനങ്ങളിലേക്ക് വരികയും അത് അനുകൂലമായിട്ട് വരികയും ചെയ്യും. ജോലി സംബന്ധമായിട്ട് ആശങ്കകളിലിരുന്നവർക്ക് അവർക്ക് അതൊരു സ്ഥിരത കൈവരിക്കുന്നതായിട്ട് മനസ്സിലാകും. അതായത് ജോലി സ്ഥിരത കിട്ടേണ്ടവർക്ക് ജോലി സ്ഥിരത ഉണ്ടാവുക, അതിൻ്റെ അപ്പോയിൻമെൻറ്റും ഒക്കെ കാത്തിരുന്നവർക്ക് അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച കാണുന്നില്ലെങ്കിലും ഉള്ള അവസ്ഥ, ഒരു വരുമാനവും
ചിലവും ഒരുപോലെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. മുൻപേ തുടർന്ന് വന്നിരുന്നതായിട്ടുള്ള സാമ്പത്തികാവസ്ഥ തുടരുന്നതാണ്. മറ്റ് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് 5-ാം ഭാവത്തിലാണ് ഗുരു വ്യാഴം നിൽക്കുന്നത്. വിഷ്ണുവിനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തെ ദർശനം നടത്തുകയും അവിടെ യഥാശക്തി വഴിപാട് നടത്തുന്നത് കൊണ്ടും ഒക്കെ അവർക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. വിഷ്ണു സഹസ്രനാമം സ്വയം ജപിക്കാവുന്നതാണ്. അതൊക്കെ നിത്യേന ജപിക്കുന്നതും. അതുപോലെ തുളസി തീർത്ഥം കഴിക്കുക, തുളസി നട്ടുവളർത്തുക, അതിനെ പരിപാലിക്കുക. ആ തുളസിയെ പരിപാലിച്ച് ആ തുളസി തീർത്ഥം കഴിക്കുന്നതും ഒക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ്. മീനക്കൂറുകാർക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ കണ്ടകശനിയും ഏഴരശനിയും ഉള്ള കാലമാണ് എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കേണ്ടതാണ്. അതിൻ്റേതായിട്ടുള്ള ചില ദുരിതങ്ങൾ അവർ സ്ഥിരമായിട്ട് തന്നെ അനുഭവിച്ച് വരണം ഈ ശനിയുടെ മാറ്റം വരുന്നിടത്തോളം കാലം. എന്ന് മാത്രമല്ല, ഈ ലഗ്നത്തിൽ, അതായത് മീനത്തിൽ ഈ ആഴ്ചയിൽ ശനി വരുന്നുണ്ട്, കുജൻ, ബുധൻ, ഈ ഗ്രഹങ്ങളും അവരോടൊപ്പം അവരുടെ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ വീണ്ടും അവരുടെ പല വിഷയങ്ങളിലേക്കും അവർക്ക് പല പല ഉത്തരവാദിത്വങ്ങൾ ഉണ്ടാവുക അത് സംഭാവ്യമാണെന്നല്ല, അത് അങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരും. നിങ്ങളെ ഏൽപ്പിച്ചാൽ അത് ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ള വിശ്വാസമുള്ള നിങ്ങളുടെ ഹയർ അപ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ നിങ്ങളെ തന്നെ വിശ്വാസം അർപ്പിച്ച് അത് നിങ്ങളിലേക്ക് തന്നെ വരികയും അതുകൊണ്ടാവുന്ന ജോലിഭാരം ഒക്കെ കാര്യം അംഗീകാരവും ഒക്കെ ഇവർക്ക് കിട്ടും എങ്കിൽ പോലും അതുകൊണ്ടുണ്ടാവുന്ന ജോലിഭാരം അവർക്ക് ഉണ്ടാകും. അതുകൊണ്ടുണ്ടാവുന്ന ചില ശാരീരിക വൈഷമ്യങ്ങളും ഉറക്കക്കുറവ് മുതലായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് ഉണ്ടാകാവുന്നതാണ്. എന്നാൽ അവർ വേണ്ടത്ര പരിശ്രമം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ വിജയിക്കുകയും ഭാവിയിൽ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. വളരെ കഠിനാധ്വാനം ചെയ്യേണ്ട കാലമാണ് എന്ന് മനസ്സിലാക്കുക. അത് ശ്രദ്ധയോടുകൂടി ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഇപ്പോഴല്ല അതിൻ്റെ ഫലമുണ്ടാകുന്നത്, ഭാവിയിലേക്ക് അതിൻ്റെ ഫലമുണ്ടാകുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ക്രമേണ മെച്ചപ്പെട്ട് വരുന്നതായിട്ട് മനസ്സിലാകും. ധനവിനിയോഗം കുറച്ചൊന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇവർക്ക് ആരോഗ്യ സംബന്ധമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില പ്രത്യേക അസുഖങ്ങൾ, വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അഥവാ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യമായ വളരെ കൂടുതൽ എക്സേർഷൻ മാനസികമായും ശാരീരികമായിട്ടും ഉണ്ട് എന്നുള്ളത് കൊണ്ട് വേണ്ടത്ര വിശ്രമം അതുകൊണ്ടൊപ്പം തന്നെ വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ചില രോഗങ്ങൾ വന്നുകൂടാനുണ്ട്. രോഗങ്ങളുള്ളവർക്കത് കുറച്ചൊന്ന് മൂർച്ഛിക്കാനും സാധ്യതയുണ്ട്. ഈ കാലവും അത്ര അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ നിന്ന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അവരുടെ നിന്നുള്ള പിന്തുണയും, പ്രത്യേകിച്ച് അകന്ന് മാറി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ ഒരു പിന്തുണയുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. അത് ലഭിക്കുകയും ചെയ്യും. ഇവർക്ക് പരിഹാരം പറയുകയാണെങ്കിൽ ശനിഗ്രഹത്തെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അധിദേവതയായിട്ടുള്ള ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ അവിടെ ചെയ്യേണ്ടതായ വഴിപാടുകളും ഒക്കെ യഥാശക്തി ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ശിവക്ഷേത്ര ദർശനവും അതുപോലെ ഫലം ചെയ്യും. ഇതിലൊക്കെ ഉപരിയായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം നിത്യേന ഉപാസന നടത്തുക, പ്രത്യേകിച്ച് ശിവ സഹസ്രനാമം ജപിക്കുക. അതിലും മുഖ്യമായിട്ട് ശിവപഞ്ചാക്ഷരം നിത്യേന ജപിച്ച് അവരുടെ സംഘർഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരു അറുതി വന്ന് ഒരു മനസ്സിന് സ്വസ്ഥത ഉണ്ടാക്കാൻ ഈ പഞ്ചാക്ഷര ജപം വളരെ സഹായകരമാണ്. ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ഉണ്ട്. അത് വിഷുവാണ്. പൊതുവേ ഭാരതീയർ വിഷു എല്ലായിടത്തും ഓരോരോ പേരിൽ ആചരിക്കുന്നുണ്ട്. മലയാളികൾക്ക് വളരെ വിശേഷപ്പെട്ടതാണ് വിഷു. സൂര്യൻ്റെ മേടത്തിലേക്കുള്ള സംക്രമം വരുന്നത്, അതിനുശേഷം വരുന്ന 10 ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ 10-ാം ദിവസം വരുമ്പോൾ അത് 10-ാം ഉദയം എന്ന് പറയുന്നു. ഈ ഒരു കാലം സൂര്യന് ഏറ്റവും വിഷു മുതൽക്ക് 10 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. സൂര്യൻ്റെ ശക്തി ഏറ്റവും അധികം വർദ്ധിക്കുന്ന കാലവുമാണ്.
ഇങ്ങനെയുള്ള വിഷു പ്രധാനമായിട്ട് വിഷു മുതൽക്ക് ഒരു വർഷാചരണം നടത്തുന്ന ഒരു പതിവും വളരെ പുരാതനമായിട്ട് തന്നെ നമ്മളിലുണ്ട്. ഈ വിഷുവിൻ്റെ അന്ന് എന്ത് കണി കാണുന്നോ അതിനനുസരിച്ച് വിഷുഫലം പറയുന്ന ഒരു പതിവുമുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾ പ്രത്യേകിച്ച് വിഷു കണി ദർശനം നടത്തുക, ഏറ്റവും ഉത്കർഷമായിട്ടുള്ള വസ്തുക്കളെ വെച്ചുകൊണ്ട് സ്വർണം, അതുപോലെ കണിക്കൊന്ന മുതലായിട്ടുള്ള മറ്റ് ഫലങ്ങൾ, ചക്ക, മാങ്ങ മുതലായിട്ടുള്ള വസ്തുക്കളും ഒക്കെ കണി കാണുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ഒക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്തു വരുന്നു. ആ ഒരു ദർശനം കൊണ്ടും ക്ഷേത്ര ദർശനാദികളെ കൊണ്ടും ഈ ഒരു വർഷം മുഴുവനും സൽഫലങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് വിഷു ദിനത്തിൽ പ്രത്യേകമായിട്ടുള്ളത്. വിഷു കണി കഴിഞ്ഞാൽ വിഷു കൈനീട്ടം കൊടുക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിലെ കാരണവരായിട്ടുള്ള ആൾ, കുടുംബത്തിലുള്ള എല്ലാവർക്കും അന്ന് വിഷു കൈനീട്ടം എന്ന് പറഞ്ഞ് പഴയകാലത്ത് സ്വർണ്ണ നാണയങ്ങളും മറ്റും കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള നാണയങ്ങളോ ധനം ഒക്കെ കൊടുക്കുന്നതിനും ഈ വിഷു ദിവസം പ്രത്യേകമായിട്ട് ചെയ്തു വരുന്നുണ്ട്. എല്ലാ മലയാളികൾക്കും ഒരു നല്ല വിഷുഫലം ഞാൻ നേരുകയാണ്. ശ്രീ മഹാഗണപതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.